ഒരു കിടക്കയുടെ അടിയിൽ അണലിപ്പാമ്പ് കയറി സുഖമായിട്ട് കിടക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കിടക്ക മടക്കി വെക്കുമ്പോൾ അവർ കാണുന്നത് ഈ അണലിപ്പാമ്പിനെയാണ്. അത്ഭുതകരമായി ജീവൻ തിരിച്ചു കിട്ടിയ ഒരു താത്തയുടെയും ഇക്കയുടെയും ദാനമായി കൊടുത്ത ഒരു പൊന്നുമോൻ്റെയും കാര്യമാണ് ഇവിടെ പറയുന്നത്. ദൈവം അത്ഭുതകരമായി കുടുംബത്തെ വിടുവിച്ചു. ഈ കുടുംബത്തെ കാണുവാനും അവർക്ക് വേണ്ട ചില സാഹചര്യങ്ങളിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി കുമളി കഴിഞ്ഞ് തേനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഈ താത്തയും ഇക്കയും. അവർ ഡയാലിസിസ് രോഗികളാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്താണ് അവരുടെ ജീവൻ നിലനിർത്തുന്നത്. രണ്ടുപേരും ഡയാലിസിസ് ചെയ്യുന്നതിനാവശ്യമായ സാമ്പത്തിക നന്മ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഒരു മോള് ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്നു. അവിടെ നിന്നും ലഭിക്കുന്ന സാലറി അഥവാ ശമ്പളം മുഴുവൻ മാതാപിതാക്കളുടെ ഡയാലിസിസ് രോഗസൗഖ്യത്തിന് വേണ്ടി അത് ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ താത്തയും ഇക്കയും കിടന്നുറങ്ങുന്ന ഒരു ഭവനത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതാണ് ആ കൊട്ടാരം അഥവാ കൂടാരം. പ്ലാസ്റ്റിക് കൊണ്ടും കീറ ഷീറ്റ് കൊണ്ടും കുട കൊണ്ടും സാരി കൊണ്ടും ഒക്കെ മറച്ച് മഴയിൽ നിന്നും വെയിലിൽ നിന്നും ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ കൂടാരമാണ്. മാത്രമല്ല സാരി കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു ടോയ്ലറ്റും ബാത്റൂമുമാണ് അപ്പുറത്ത് നമ്മൾ കാണുന്നത്. ഇഴജീവികൾക്ക് സുഖമായിട്ട് വിശ്രമിക്കുവാനും ഒക്കെ പറ്റുന്ന സാഹചര്യത്തിലാണ് ഈ കൂടാരം ഇവിടെ നിലനിൽക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കുമളിയിൽ നിന്നും ഏകദേശം 33 കിലോമീറ്റർ അകലെ തേനി എന്ന് പറയുന്ന തമിഴ്നാട് ബോർഡർ സ്ഥലത്താണ്. അവരവിടെ കുടിയേറ്റക്കാരെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വളരെ ദയനീയമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതിൻ്റെ ഗ്യാരണ്ടിയൊക്കെ കഴിഞ്ഞ് അതിപ്പോൾ ഓടാതെ ആ വീട്ടിൽ കയറ്റിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനകത്താണ് മഴ പെയ്യുമ്പോൾ ഈ കുടുംബം മാതാവും പിതാവും മോനും ഉറങ്ങേണ്ട ഒരവസ്ഥയൊക്കെ വന്നിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ പ്രിയപ്പെട്ടവരെ കൈത്താങ്ങൽ ചെയ്യുന്നതിന് മുമ്പോട്ട് വരണം. ഇതിൻ്റെ വ്യക്തമായ പിക്ചറും കാര്യങ്ങളുമൊക്കെ ഞാനവിടെ നേരിട്ട് ചെന്നിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിവരുടെ കരം പിടിച്ചേ മതിയാവും. ഇക്കയ്ക്കും ഉമ്മയ്ക്കും ദൈവം ദാനമായി കൊടുത്ത 5ാമത് ദാനമായി കൊടുത്ത ഒരേ ഒരു ആൺതരിയാണിത്. ഈ മോനെ ഒരു ഹൃദ്രോഗിയാണ്. ഹൃദ്രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു പൈതൽ. 3500-ൽ പരം രൂപയുടെ മെഡിസിൻ കഴിച്ചാണ് ഈ പൈതൽ ജീവൻ നിലനിർത്തുന്നത്. സ്കൂളിൽ പോകുവാൻ സാധിക്കാതെ ഇപ്പോഴും രോഗക്കിടക്കയിൽ തന്നെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പൈതലിനുള്ളത്. നിങ്ങൾ സഹായിക്കണമെന്ന് അപേക്ഷ